ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നോമ്പ് സ്പെഷ്യൽ കിളിക്കൂടാണ്. കാടമുട്ടയും സേമിയയും ചിക്കനും ഒക്കെ ചേർന്നുണ്ടാക്കുന്ന ഈ മലബാർ സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾക്ക് കിളിക്കൂടിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ 1/2 കിലോ ചിക്കൻ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വേവിച്ചതിന് ശേഷം കൈകൊണ്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 12 കാടമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. കാടമുട്ടയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ചിക്കൻ എടുത്ത അതേ അളവിൽ തന്നെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. 2 സവാള ഇതുപോലെ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി കിളിക്കൂട് പൊതിയാൻ ആവശ്യമായിട്ടുള്ള സേമിയ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വറുക്കാത്ത സേമിയാണ്. നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള സേമിയ ഉപയോഗിക്കാം. ഇനി നമ്മൾക്ക് മസാല വഴറ്റിയെടുക്കാം. അതിനായി ചൂടായ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം നന്നായി പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റണം. സവാളയൊന്നും ഒരുപാട് ബ്രൗൺ നിറമാവേണ്ട കാര്യമില്ല. ചെറുതായി ഒന്ന് വാടി ട്രാൻസ്പെറന്റ് ആയി വന്നാൽ മതി. ഇപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ഒക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കണം. മസാലപ്പൊടികളൊക്കെ നന്നായി വഴന്നു വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിക്കുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ചിക്കന്റെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ നന്നായി ചേരണം. ഇനി ഇതിലേക്ക് വേവിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനുമൊക്കെ മസാലയുമായി നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമ്മൾക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കിളിക്കൂടിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് കിളിക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിൽ നിന്നും ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉള്ള ഉരുളയാക്കി എടുത്തതിന് ശേഷം കട്ട്ലറ്റ് രൂപത്തിലൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ നടുഭാഗം ഒന്ന് കുഴിച്ച് ഒരു കിളിക്കൂടിന്റെ ഷേപ്പിലേക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അരികുഭാഗമൊന്നും പൊട്ടിപ്പോവാതെ നല്ല കറക്റ്റ് ആയിട്ടൊന്ന് കിളിക്കൂട് ഷേപ്പിലൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇനി ഇത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്കൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയയിലേക്ക് ഇട്ട് എല്ലാ ഭാഗത്തേക്കും സേമിയ ഒന്ന് ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ആദ്യത്തെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾക്ക് മാറ്റിവെക്കാം. ഇനി ഞാൻ വേറൊരു രീതിയിലുള്ള കിളിക്കൂടാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഇതുപോലെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള കൂട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് കൈവെള്ളയിൽ വെച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഈ മസാലക്കൂട്ടിന്റെ നടുവിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു കാടമുട്ട വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി ഇതൊരു ബോൾ ഷേപ്പിലേക്ക് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇനി ഇത് മുട്ട മിക്സിയിൽ മുക്കിയതിന് ശേഷം സേമിയയിൽ പൊതിഞ്ഞെടുക്കാം. രണ്ടാമത്തെ രീതിയിലുള്ള കിളിക്കൂടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഞാനിവിടെ കിളിക്കൂടെല്ലാം ഫ്രൈ ചെയ്യാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കിളിക്കൂടുകൾ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. സേമിയ ഒരുപാട് കരിഞ്ഞു പോവാതെ വളരെ പെട്ടെന്ന് എണ്ണയിലേക്കിട്ട് തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾ ഷേപ്പിലുള്ള കിളിക്കൂട് നമ്മൾക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബാച്ച് കിളിക്കൂടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കിളിക്കൂടിന്റെ മുകളിലേക്ക് നമ്മൾക്ക് ഇതേപോലെ ഒരു കാടമുട്ട വെച്ചു കൊടുക്കാം. ചെറിയൊരു ഭംഗിക്ക് വേണ്ടി 2 കറിവേപ്പില കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയും കാണാനും ഭംഗിയുള്ള കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മലബാറിലെ ഒരു പ്രധാന ഇഫ്താർ സ്നാക്കാണ്. നിങ്ങളും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.